പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി നാളെ യോഗം ചേരും. CCSന് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം ഇത് അവസാനിച്ചിരിക്കുന്നു. സംയുക്ത സേനാ മേധാവിയും യോഗത്തിൽ പങ്കെടുത്തു. ഭീകരാക്രമണവും ഇന്ത്യയുടെ പ്രതികരണവും ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന്റെ ഭീകരബന്ധം ഇന്ത്യ തുറന്നു കാട്ടുകയും ചെയ്തു. പ്രധാനമന്ത്രിയെ ഉന്നമിട്ടുള്ള കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റ് വിവാദമായിട്ടുമുണ്ട്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ പി ബസന്തും അതുപോലെ തന്നെ ബി ബാലഗോപാലും ആദ്യം ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി ചേരുന്നു. ബസന്ത്, അല്പസമയം മുൻപ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ അവസാനിച്ച യോഗത്തിൽ സൈന്യത്തിന് തിരിച്ചടി തീരുമാനിക്കാം എന്ന തീരുമാനമാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. ടാർജറ്റും എപ്പോൾ വേണമെന്നുള്ളതും സൈന്യത്തിന് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ പഹൽഗാം സംഭവത്തിന് ഒരു സൈനികമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ഉറപ്പിക്കാമോ? തീർച്ചയായും ഇന്ന് വൈകിട്ടാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ 3 സേനാ മേധാവികളും അതോടൊപ്പം തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചേർന്നത്. ഈ യോഗത്തിലാണ് ഇപ്പോൾ നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നത്. സേനയ്ക്ക് പൂർണ്ണ അധികാരം നൽകിക്കൊണ്ടുള്ളൊരു തീരുമാനമാണ്. തിരിച്ചടി എപ്പോൾ, എവിടെ, എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ സേനയ്ക്ക് തീരുമാനമെടുക്കാമെന്നുള്ള നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ ആ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. നാളെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി ചേരുന്നുണ്ട്. കേന്ദ്ര മന്ത്രിസഭയും യോഗം ചേരുന്നുണ്ട്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഉന്നതതല യോഗം ചേർന്നത്. നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ വിവരങ്ങളൊക്കെ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഇപ്പോൾ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏത് സമയവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാളത്തെ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ അതിനുശേഷം ചേരുന്ന സുരക്ഷാ സമിതി യോഗം, അതിനുശേഷം രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നുണ്ട്, അതിനുശേഷം സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള ഉപസമിതിയും യോഗം ചേരുന്നുണ്ട്. അപ്പോൾ നിർണായകമായ 3 യോഗങ്ങളിലാണ് നാളെ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് അതിർത്തിയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള തൽസ്ഥിതിയെക്കുറിച്ചുള്ള ഓൺ ഹാൻഡ് ഇൻഫർമേഷനാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് സേനാ മേധാവികൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അവിടുത്തെ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ഇവയെല്ലാമായിരിക്കും നാളത്തെ മന്ത്രിസഭാ യോഗത്തിലും സുരക്ഷാ സമിതി യോഗത്തിലുമൊക്കെ വളരെ നിർണായകമായ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും വഴിവെക്കുന്നത്. തീർച്ചയായിട്ടും. പി ബാലഗോപാൽ ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് ചേരുകയാണ്. ബാലഗോപാൽ, ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സൈന്യം ഊർജിതമാക്കിയിരിക്കുന്നു. ഭീകരരുടെ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ സൈനിക നീക്കം ഉണ്ട്. ഈ അക്രമത്തിന് ഉത്തരവാദികളായ ഭീകരരെ പിടികൂടുക അല്ലെങ്കിൽ വധിക്കുക എന്ന വലിയ ടാർഗറ്റ് മുമ്പിലുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ സ്ഥിതിഗതികൾ ഇപ്പോൾ എങ്ങനെ? അഭിലാഷ്, ജമ്മു കാശ്മീരിൽ ഇന്ന് കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് 4 സ്ഥലങ്ങളിൽ ഇന്ന് ഈ ഭീകരർക്ക് വേണ്ടിയുള്ള പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ള 3 ഭീകരർക്കായുള്ള ശക്തമായ തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിൽ 2 ഈ ഭീകരരുമായി നേരിട്ട് ഈ സുരക്ഷാ ഏജൻസികളിൽപ്പെട്ടവർ നേരിട്ട് അവരുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത് എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇതുവരെയും ഈ സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റുമുട്ടൽ നടന്നതിനെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങളും ലഭിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിന് പെട്ടവർക്ക് എതിരായുള്ള ശക്തമായ നടപടി ഉടൻ തന്നെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന സൂചനകളാണ് കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജമ്മു കാശ്മീരിൽ, അതായത് കശ്മീരിലും ജമ്മുവിലുമൊക്കെ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് കശ്മീരിൽ ഈ സുരക്ഷാ വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പരിശോധനകളും മറ്റും ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 48 റിസോർട്ടുകൾ ഉൾപ്പെടെ 48 സ്ഥലങ്ങളിലേക്കുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം സർക്കാർ ഇന്ന് രാവിലെ നിരോധിച്ചിരുന്നു. ഇതോടുകൂടി ജമ്മു കശ്മീരിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ഈ സൈന്യത്തിന് പൂർണ്ണ അധികാരം പ്രധാനമന്ത്രി തിരിച്ചടിക്ക് നൽകി എന്ന വാർത്ത എന്ന കാര്യം അല്പസമയം മുമ്പ് ബസന്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ശ്രദ്ധാകേന്ദ്രം ഈ നിയന്ത്രണ രേഖയുടെ ഭാഗത്ത്, അതായത് ജമ്മുവിലും കശ്മീരിലുമായി കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിൽ ഉള്ള സാധ്യതകൾ എന്തായിരിക്കും എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കരമാർഗമുള്ള ഒരു ആക്രമണമാണോ, തിരിച്ചടിയാണോ, അതല്ല ഈ നാവികസേനയാണോ വ്യോമസേനയാണോ, അത് ഏത് തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി പൂർണ്ണ അധികാരം നൽകിയ സാഹചര്യത്തിൽ വളരെ വൈകാതെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള
ഈ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ബാലു ഇപ്പോൾ ഇന്ന് ബാലു തന്നെ അവിടുത്തെ ബങ്കറുകൾ സന്ദർശിച്ചിരുന്നു. ബങ്കറുകൾ വൃത്തിയാക്കാനും ബങ്കറുകൾ താമസയോഗ്യമാക്കാനുമുള്ള നടപടികൾ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സ്വീകരിച്ചിരുന്നു. അതായത് അതിർത്തിയിൽ ശക്തമായ ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടാകും എന്ന തരത്തിലുള്ള മുന്നൊരുക്കം, അതായത് യുദ്ധസമാനമായ സാഹചര്യത്തിലുള്ള മുന്നൊരുക്കം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുണ്ടോ? എന്താണ് അതിർത്തിയിൽ നേരിട്ട് കണ്ടത്? അഭിലാഷ്, ഞാൻ നേരിട്ട് കണ്ടത്, അതായത് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും അത് മനസ്സിലാക്കുന്നതിനായിട്ടായിരുന്നു നമ്മൾ ഈ അതിർത്തി ഗ്രാമങ്ങളിലൊന്നിൽ പോയത്. ഈ രജൌരിയിലെ അതിർത്തി ഗ്രാമത്തിലായിരുന്നു പോയിരുന്നത്. അവിടെ ഈ പൊതുവെ ജനങ്ങൾക്കൊക്കെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ എന്തെങ്കിലും നടക്കുമെന്നുള്ള ഒരു പൊതു പ്രതീതി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ അത് എപ്പോൾ എങ്ങനെ നടക്കുമെന്നതിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ഒരു വിവരമൊന്നുമില്ല. ഏതായാലും ശക്തമായ മുൻകരുതലുകൾ അവിടെയുള്ള ജനങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഈ ബങ്കറുകൾ തയ്യാറാക്കുന്നു സ്വരക്ഷയ്ക്കായി. കാരണം ഈ അതിർത്തി ഗ്രാമങ്ങളിൽ പലതിലും ഈ സിവിൽ ഡിഫൻസ് ഫോഴ്സസ് ഉണ്ട്. അവർക്ക് ഈ ആയുധ പരിശീലനവും മറ്റും സൈന്യം നൽകിയിരുന്നു. സ്വരക്ഷയ്ക്കായിട്ടുള്ള അവരുടെ ആയുധ പരിശീലനവും മറ്റും നടന്നിരുന്നു. ഇതിനു പുറമെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ ഈ ബങ്കറുകളിൽ ശേഖരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ അവിടുത്തെ ഈ ജീവിതമൊക്കെ, അതായത് ആളുകളുടെ ജീവിതമൊക്കെ സാധാരണ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ജനങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. കാരണം ഈ സൈന്യത്തിന്റെ പൂർണ്ണമായ ഒരു പിന്തുണ ആ മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഈ ബോംബിങ്ങോ ഷെല്ലിങ്ങോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് സൈറൺ നൽകുകയും ആ സൈറൺ, അതായത് ആ ഒരു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സൈറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ ബങ്കറുകളിലേക്ക് മാറുവാനുമാണ് ഇപ്പോൾ സൈന്യം ഈ അതിർത്തിയിൽ കഴിയുന്ന അതിർത്തി മേഖലകളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് താമസിക്കുന്നവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നീട് സൈന്യം പറഞ്ഞാൽ മാത്രമാണ് തിരികെ അവർക്ക് വീടുകളിലും മറ്റും എത്താനൊക്കെ സാധിക്കുന്നത്. മുമ്പ് ഈ അതിർത്തിയിൽ ഇത്തരം സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ കൂട്ടമായി പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ പലായനം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു ഒഴുക്കില്ല. മറിച്ച് ഏതെങ്കിലും കാരണവശാൽ ഈ സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ അവരുടെ ജീവിതം ബങ്കറുകളിലേക്ക് മാറ്റുവാനാണ് ഈ അതിർത്തിയിലുള്ള ഈ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി പ്രകോപനം, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുകയാണ്. വെടിനിർത്തൽ കരാർ നിരന്തരം നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ലംഘിക്കുന്നുണ്ട്. പക്ഷെ കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ സുരക്ഷാ സേനയും ഇന്ത്യൻ സൈന്യവും ഈ പാകിസ്ഥാൻ സൈനികർക്ക്, പാകിസ്ഥാൻ പോസ്റ്റുകൾക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെയാണ് മന്ത്രിസഭ, അതുപോലെ തന്നെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റീസ് നാളെ ചേരുകയാണ്. വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പഹൽഗാം ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി തീരുമാനിക്കപ്പെടുന്ന മണിക്കൂറുകളാണ് കടന്നുപോകുന്നത്.